പറയാം. കവിതയും സാഹിത്യവും സംഗീതവും ഒക്കെ സിദ്ധുവിന് പ്രിയപ്പെട്ടതാണെന്ന് എനിക്കറിയാം. അതൊന്നുമില്ലാത്തൊരു ഭാര്യയോട് പ്രണയമില്ലേ സിദ്ധുവിന്? ജീവിതം കവിതയും സാഹിത്യമൊന്നുമല്ല, അത് കൊണ്ടു നടക്കാൻ വേണ്ടത് മനസ്സാ. മനസ്സുകൊണ്ടുള്ള അടുപ്പോ ജീവിതം. ആ അടുപ്പം സിദ്ധുവിന് എന്നോടില്ലേ? നിനക്കെന്താ ഒരു നിരാശയുടെ സ്വരം? മൊത്തത്തിലൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പോ സിദ്ധു എന്നെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നുക. ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയവളോട് തോന്നിയ സിമ്പതിയാണെങ്കിൽ അതെനിക്ക് വേണ്ട. അതൊന്നുമല്ല മനസ്സേ, എനിക്ക് നിന്നെ ഇഷ്ടോ. പെട്ടെന്ന് കഴിച്ച കല്യാണത്തിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അത് കഴിഞ്ഞു. ഇനി നിനക്ക് ചുറ്റും ഒരു ഭ്രമണപഥം വരച്ച് സദാ കറങ്ങിക്കൊണ്ടിരിക്കും ഞാൻ. ഓ, അതൊന്നും വേണ്ട. ഇടയ്ക്കെങ്കിലും എന്റെ ചെവിയിലൊന്നും മന്ത്രിച്ചാ മതി, നീ എന്റെ പെണ്ണാണെന്ന്. ഞാൻ പിന്നെ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞോളാം ഞാൻ ഇവന്റെ പെണ്ണാണെന്ന്. ഈ കടലിലെ വെള്ളത്തിന് ഉപ്പുരസവാ നമ്മുടെ വിയർപ്പിനും. നെറ്റിയിലെ സിന്ദൂരം വിയർപ്പിലൊഴുകി ചുണ്ടിലലിയുമ്പോ നീ അത് തിരിച്ചറിയും. അപ്പോ ഞാൻ നിന്നെ അറിയും ഇന്ന്. ഈ തെളിവുകളൊന്നും വെച്ച് ആരെയും പിടികൂടാനാവില്ല സാർ. ഈ നഗരം മാത്രം കേന്ദ്രീകരിച്ച് 10ഓളം പെൺവാണിഭ സംഘങ്ങളുണ്ട്. ഇവരെ പിടികൂടിയാലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അറിയാം, ദിനം പ്രതി ഇവിടെ പെൺകുട്ടികൾ മിസ്സാവുന്നുണ്ട്. അതില് അധികവും കണ്ടുപിടിക്കാനേ പറ്റാത്ത കേസുകളാണ്. പെൺകുട്ടികളെ പർച്ചേസ് ചെയ്യുന്നത് മുമ്പ് മഹാരാഷ്ട്രയിൽ നിന്നും ഗോവയിൽ നിന്നുമൊക്കെ ഉള്ളവരായിരുന്നു. ഇന്ന് ആ സ്ഥിതി മാറി. സംസ്ഥാനത്തിനകത്ത് തന്നെ ജില്ലകൾ തമ്മിൽ കച്ചവടം ഉറപ്പിക്കുന്നു. പിടിക്കപ്പെടുന്നത് വളരെ കുറച്ച് കണ്ണികൾ മാത്രമാണ്. സൂര്യനെല്ലിയും വിതിരയും കോഴിക്കോടും ഒക്കെ പിടിക്കപ്പെട്ട ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. മേൽത്തട്ടിൽ നടക്കുന്ന പീഡനങ്ങളും കച്ചവടങ്ങളും ഒന്നും പുറത്തറിയുന്നതേയില്ല. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ അവരെ രക്ഷിക്കാൻ ആളുകളുണ്ട്. വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റുന്ന തെളിവുകളൊക്കെ നമുക്ക് ശേഖരിക്കാൻ പറ്റും സാർ. പക്ഷേ നടപടിയിലേക്ക് നീങ്ങിയ നമുക്ക് ട്രാൻസ്ഫർ ഉറപ്പാ. എന്ന് വെച്ച് കൈയും കെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ തമ്പി. 10-14 വയസ്സുള്ള കുഞ്ഞുങ്ങളെ വരെ കാണാതാവുന്നു. ഒരു സ്ക്വാഡ് രൂപീകരിച്ച് നമുക്ക് മൂവ് ചെയ്യാം സാർ. അത് പറയാനാ തമ്പിയെ ഞാൻ വിളിപ്പിച്ചത്. സ്ക്വാഡ് ഉണ്ടാക്കുന്നതിന് മുൻപ് തെന്മല വഴി നമുക്കൊരു അന്വേഷണം നടത്തണം. ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നത് മുംബൈ ബേസ് ചെയ്ത് നീങ്ങുന്ന ഒരു വൻ സംഘം കേരളത്തിൽ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ്. മലയാളി പെൺകുട്ടികൾക്ക് സേട്ടുമാർക്കിടയിൽ വമ്പൻ വിലയാണെന്ന്. സോ ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ഇവിടുത്തെ ഏജന്റ് ഒരു കട്ടച്ചൽ ജോണിയാണ് സർ. അതും രഹസ്യവിവരമാണ്. നമുക്ക് അവനെ കണ്ടുപിടിക്കണം രഹസ്യമായി സർ. അയാളുടെ ഡീറ്റെയിൽസ് ഞാൻ തരാം സർ. തൊഴുതോ? കൽവിളക്കിൽ എണ്ണ നിറച്ച് തിരി കത്തിച്ച് കർപ്പൂര ദീപമൊഴിഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിച്ചു. നേരം ഒരുപാട് വൈകി. ഇനി രാത്രിയുള്ള യാത്ര സേഫ് അല്ല. ആരുടെയും കുറ്റമല്ല.
വണ്ടി ഇടയ്ക്ക് വെച്ച് കംപ്ലൈന്റ് ആയില്ലേ? നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതുവരെ ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്താ ഞാൻ ഓടിച്ചത്. ഒരു 10-20 കിലോമീറ്റർ കൂടുതൽ പോകുന്നു തോന്നുന്നില്ല. ഇവിടെ വർക്ക്ഷോപ്പ് ഉണ്ടോന്ന് അന്വേഷിക്കാം. അപ്പോഴേക്ക് സമയം പോവില്ലേ? അതാ ഞാനും ആലോചിച്ചത്. ഇവിടുന്ന് ഒരു 3-4 കിലോമീറ്റർ പോയാ സരസ്വതിയുടെ തീരെ വീടാ. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇത്രയും കാലം നിന്നെ കുറിച്ചൊന്ന് അന്വേഷിക്കുക പോലും ചെയ്യാത്ത ആ അകന്ന ബന്ധുക്കളടുത്തേക്ക് പോണോ? എന്തിനാ നമുക്ക് അവരുടെ സഹായം? അത് നേരാ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഒരു റൂം എടുക്കാം. എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മതി. വിശ്വാസക്കുറവുണ്ടായിട്ട് എന്താ കാര്യം? വീട്ടിലാണെങ്കിലും അടച്ചിട്ട മുറിയിലല്ലേ നമ്മൾ കിടന്നുറങ്ങുന്നത്. എന്നാ കേറ്. 10-15 കിലോമീറ്ററിനപ്പുറം ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട്. അവിടെ ലോഡ്ജിങ് ഉണ്ടാവും. പിന്നെ ഒരു വർക്ക്ഷോപ്പ് കൂടി കണ്ടു കിട്ടിയാൽ രക്ഷപ്പെട്ടു. വെളുപ്പിന് തന്നെ ഇറങ്ങാം. വാ. ഇറങ്ങാം. ഇതൊരു റിസോർട്ടാ, ടൂറിസ്റ്റ് പ്ലേസ്. പേടിക്കാനൊന്നുമില്ല. വാ. എന്തായാലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്നുള്ള മനസ്സിന്റെ തീരുമാനം നന്നായി. കാൻഡിൽ ലൈറ്റിന്റെ വെളിച്ചത്തിൽ നമ്മൾ മാത്രമുള്ള നിമിഷങ്ങൾ കടന്നുപോയത് ഞാൻ അറിഞ്ഞതേയില്ല. ഇറ്റ്സ് എ റൊമാൻറ്റിക് ഫീൽ. എവിടെയാ റൂം? ഫസ്റ്റ് ഫ്ലോർ 203. സാർ ലഗേജ് ഇതേ ഉള്ളൂ, ഞങ്ങൾ എടുത്തോളാം. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി സാർ. തൽക്കാലം 2 ചായ. ശരി സാർ. ഓക്കെ, വാ. ഇവിടെ സൗകര്യം കുറവാണല്ലേ മൈനെ? എന്താ കുഴപ്പം? ഒരു രാത്രിക്കല്ലേ. കിട്ടിയ ഇൻഫർമേഷൻ കറക്റ്റ് ആണോ? 100% കറക്റ്റാണ് സാർ. ആഴിമലയ്ക്ക് അപ്പുറത്ത് 2-3 റിസോർട്ടുകളുണ്ട് സാർ. സീസൺ അല്ലാത്തതുകൊണ്ട് ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. ആളൊഴിഞ്ഞ ഈ റിസോർട്ടുകളെ കേന്ദ്രീകരിച്ചാണ് കട്ടക്കൽ ജോണിയുടെ ബിസിനസ്. ആരാ ഇൻഫോമർ? അത് വെളിപ്പെടുത്തിയിട്ടില്ല സാർ. ഈ ജോണിയുടെ സംഘത്തിൽ നിന്ന് തന്നെയാണ് നമ്മളിലേക്ക് രഹസ്യങ്ങൾ ചോരുന്നത്. ഏത് റിസോർട്ടാണ്? അതറിയില്ല സാർ. അവസാന നിമിഷം വരെ കൂടെയുള്ളവരോട് പോലും ഹാൾട്ടിംഗ് സ്ഥലം പറയാറില്ല. എന്തായാലും ആ ഭാഗത്ത് തന്നെയാണ്. ഇന്നോ നാളെയോ അവിടെ വെച്ചൊരു ഡീൽ നടക്കും സാർ. ആരാണ്, ആരെയാണ്, അതൊന്നും അറിയില്ല? ഇല്ല സാർ, ഇതേക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. വാങ്ങാൻ വരുന്നവർ മുംബൈയിൽ നിന്നാണ്. പക്ഷേ സ്ഥിരം പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരല്ല. വലിയ ദർബാറുകളിൽ ദേവദാസികളെ പോലെ പെൺകുട്ടികളെ കൊണ്ടുപോയി താമസിപ്പിക്കുന്നവർ. നമുക്കൊന്ന് കാര്യങ്ങൾ തിരക്കി വെക്കാം. ആദ്യമേ ഫോഴ്സുമായി ചെല്ലണ്ട. അവിടുത്തെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണ്ടേ? തൽക്കാലം ഒന്നും വേണ്ട. സാധാരണ ഒരു പോലീസ് പട്രോളിംഗ് ആയിട്ട് തോന്നാവൂ. സാർ.
ചായ. റൂം ബോയ് അല്ലേ? ആ അതെ, ചായ കൊണ്ടുവന്നതാ. അതെ, ആ റൂമിൽ ആള് വന്നോ? ഇപ്പൊ വന്നതേ ഉള്ളൂ സാർ. ആ, ഇവിടെ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ സ്ഥലം തന്നെയാണോ? വരുന്നൊക്കെ ഫാമിലി തന്നെയാണോ? റിസോർട്ട് അല്ലേ സാർ, പലതരത്തിലുള്ള ആളുകൾ വരും. ഇത് ഫാമിലിയാ. ആ പെൺകൊച്ചിന്റെ മുഖത്തെ എന്തോ ഒരു സങ്കടം. എന്തായാലും സാറിന്റെ ഭാര്യയെ പോലെ തെളിഞ്ഞ മുഖമല്ല. തനിക്ക് ഇതാ പണി? വരുന്ന സ്ത്രീകളുടെ മുഖത്താണ് എന്റെ കണ്ണ്. അതെ സാർ, വേറെ എങ്ങും ഞാൻ നോക്കാറില്ല. ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. സാറിന് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഓക്കോ. ഇവനാള് കൊള്ളാലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഒന്നും ചെയ്യണ്ട. ഇവിടെ എല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ അർജുന എനിക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പുറപ്പെടണം. ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല, കയറിപ്പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാലും കരുതൽ വേണം. റൂം നമ്പർ ഞാൻ പറഞ്ഞില്ലേ, മെസ്സേജ് വരും. ഇനി എന്തെങ്കിലും വേണോ സാർ? വേണ്ട. പാത്രം പുറത്തു വെച്ചാൽ മതി, നാളെ ക്ലീൻ ചെയ്യാൻ ആള് വരും. സാർ വെള്ളം അവിടെ വെച്ചോ. ഇനി എന്തെങ്കിലും വേണോ സാർ? അയ്യോ വേണ്ട, ഒന്ന് പോയി തന്നാ മതി. സോറി സാർ. എന്താ? അയ്യോ ഒന്നുമില്ല, ഒരു വല്ലാത്ത ചെറുക്കനാ. ഉറക്കം വരുന്നില്ലേ? എന്താ, ഉറങ്ങണോ? അത് മറന്നു. ഞാൻ വിരിച്ചോളാം. അല്ല, മൈന കട്ടിൽ കിടന്നോ? വേണ്ട, ഞാനിവിടെ കിടന്നോളാം. നമ്മള് ജീവിതം തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസങ്ങളായി? ഒരു ദിവസം പോലും ആയിട്ടില്ല. ഇന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത്ര ദിവസവും നീ എന്നെ വെറുത്തിരുന്നു? ഇല്ല, എന്നോട് വെറുപ്പ് തോന്നിയിരുന്നു. ഞാൻ സിദ്ധാർത്ഥന് ചേർന്ന പെണ്ണല്ലേന്ന് പേടിച്ചു. നിന്റെ മനസ്സിലെ പേടി അതെന്റെ ഹൃദയത്തിൽ തട്ടിയിരുന്നു. നീ മനസ്സുകൊണ്ട് സുന്ദരിയാണെന്ന് ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ശരീരം കൊണ്ടും നീ ഒരു സുന്ദര ശില്പമാണെന്ന് തിരിച്ചറിയും ഞാൻ. പ്രണയത്തില് പ്രാണന്റെ പിടച്ചിലുണ്ട് മനസ്സേ.
ഹൃദയം ഹൃദയത്തോട് പറയുന്ന വാക്കുകളുടെ വൈബ്രേഷൻ, അതിന് 1000 കരുനാഗങ്ങളുടെ ശക്തിയാ. ഏയ് മാനസ, എന്താ? എനിക്ക് സങ്കടം വരിക. ഏയ് കരയണ്ട, ഇനി ഒരിക്കലും കരയണ്ട. എനിക്കും നിനക്കുമിടയിൽ ഇനിയും വർഷങ്ങളുടെ ജാലകപാളികൾ തുറന്നു കിടപ്പുണ്ട്. ഇന്നു മുതൽ പ്രണയത്തിനും മരണത്തിനും ഇടയിലുള്ള നീണ്ട എഴുന്നാഴികയിൽ മാനസ നമുക്ക് കണ്ണാരം പൊത്തി കളിക്കാം. ജോണി, മെസ്സേജ് വന്നു. റൂം നമ്പർ 203. വണ്ടി റെഡി അല്ലേ? അതെല്ലാം അവിടെ റെഡിയാണ്. എന്നാ വാ, കയറ്. ഇവിടുന്ന് ഈ ആഴിമല വരെ എത്ര കിലോമീറ്റർ വരും? 70 കിലോമീറ്ററിന് മുകളിൽ വരും സാർ. അവിടെ കട്ടക്കൽ ജോണി ഹാൾട്ട് ചെയ്യുന്ന സ്ഥലത്തിന് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. സർ, We are here. Just coming. പോയോ? വാ. ആരും ബെല്ലടിച്ചു. കേട്ടു. ആരാ? റൂം സർവീസ് സാറേ. ഈ രാത്രി എന്താ റൂം സർവീസ്? സാറിന് റിസപ്ഷനിൽ നിന്ന് ഒരു കോൾ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ രാത്രി ഇപ്പൊ ആര് വിളിക്കാനാ? സലീമേ, ഇവര് ക്ലോസ് കൊടുത്താ. പിടിക്ക്.